പ്രിയമുള്ളവരെ, മനുഷ്യൻ സമാധാനം ആഗ്രഹിക്കുന്നവനാണ്. അവൻ ചുറ്റുപാടുകളിൽ അനുദിന ജീവിതത്തിൽ സമാധാനം അന്വേഷിക്കുന്ന മനുഷ്യന് ശാശ്വതമായ സമാധാനം വേണോ? അവൻ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ടാകണം. ആ ദൈവവുമായി ഒരു ബന്ധമുണ്ടാകണം. ദൈവവുമായി ബന്ധമുള്ള മനുഷ്യൻ ജീവിതത്തിൽ ആത്യന്തികമായ ഒരു സമാധാനം അനുഭവിക്കും. അതിന് ഒരു മനുഷ്യൻ ആദ്യമായി ചെയ്യേണ്ടത് ചുറ്റുപാടുകളിലേക്ക് നോക്കുക, ദൈവത്തെ കാണുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയം അവൻ്റെ 3 നോട്ടങ്ങളിലാണ്. 1 ഉള്ളിലേക്ക്, 2 മുകളിലേക്ക്, 3 ചുറ്റുപാടുകളിലേക്ക്. ആ 3 നോട്ടങ്ങൾ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തും, രൂപാന്തരപ്പെടുത്തും. ഉള്ളിലേക്ക്, മുകളിലേക്ക്, ചുറ്റുപാടുകളിലേക്ക്. നമ്മൾ നോക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പുകൾ കാണാൻ പറ്റും. അങ്ങനെ കയ്യൊപ്പുകൾ കാണുമ്പോൾ എന്തിലും ഏതിലും ആത്മധൈര്യമുള്ള മനുഷ്യനായി മാറും. ദൈവം നമ്മോട് സംസാരിക്കുന്ന വിവിധങ്ങളായ വഴികളുണ്ട്. ദൈവസ്നേഹത്തിന് മുദ്ര കണ്ടെത്താനുള്ള വിവിധങ്ങളായ മാർഗങ്ങളുണ്ട്. അവയിൽ ഒന്നിനെ ഭാരതീയ ദർശനത്തിൽ പറയുന്ന വാക്ക് വൃക്ഷലതാദികൾ എന്നാണ്. മരങ്ങളിലൂടെ, വൃക്ഷലതാദികളിലൂടെ ഈശ്വര ചൈതന്യവും ഈശ്വരൻ്റെ ഇടപെടലും മനുഷ്യൻ ധ്യാനിക്കേണ്ടതുണ്ട്. എന്താണ് ഒരു മരം നമ്മളെ പഠിപ്പിക്കുക? ദൈവത്തിലേക്ക് പൊക്കം വെക്കുക, സഹോദരങ്ങളിലേക്ക് വണ്ണം വെക്കുക. ഇതാണ് മരം പഠിപ്പിക്കുക. ദൈവത്തിലേക്ക് പൊക്കം വെക്കുക, സഹോദരങ്ങളിലേക്ക് വണ്ണം വെക്കുക. ഒരു മരത്തിൻ്റെ വേര് ഭൂമിയിൽ ഊന്നി നിൽക്കുന്നു, പക്ഷെ മുകളിലേക്ക് ഉയരുന്നു. മനുഷ്യൻ ഭൂമിയിൽ പാദം ഊന്നി നിൽക്കുമ്പോഴും അവൻ്റെ ചിന്തകൾ, അവൻ്റെ ഹൃദയവികാരങ്ങൾ ദൈവത്തിലേക്ക് ഉയരണം. വൃക്ഷത്തിൻ്റെ ഉന്നത മേഖലകൾ ആകാശത്തിലേക്ക് വരുന്ന പോലെ മനുഷ്യൻ്റെ ഹൃദയവികാര വിചാരങ്ങൾ ദൈവത്തിലേക്ക് ഉയരണം. രണ്ടാമത്, വൃക്ഷത്തിൻ്റെ ചില്ലകൾ നാനാദിക്കുകളിലേക്ക് ബദൽ നിൽക്കുന്ന പോലെ ജീവകാരുണ്യ പ്രവൃത്തികൾ, പരസ്നേഹ പ്രവൃത്തികൾ, പരോപകാരങ്ങൾ അതുവഴി മനുഷ്യരിലേക്ക് പടരണം. ദൈവത്തിലേക്ക് പൊക്കം വെക്കുക, സഹോദരങ്ങളിലേക്ക് വണ്ണം വെക്കുക. വൃക്ഷം മനുഷ്യന് ഒരുപാട് ചിന്തകൾ തരുന്നതാണ്. അതുകൊണ്ടാണ് സിദ്ധാർത്ഥൻ സ്ത്രീബുദ്ധനായത് ഒരു വൃക്ഷത്തിൻ്റെ നിഴലിലാണ്, ബോധിവൃക്ഷത്തണൽ. ബോധിവൃക്ഷത്തണലിൽ സിദ്ധാർത്ഥൻ സ്ത്രീബുദ്ധനായി. പണ്ട് ഒരു വിശുദ്ധൻ ഫ്രാൻസിസ് അസീസി അദ്ദേഹം പറയുമായിരുന്നു, ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് മുറിച്ചാൽ അതിൽ പക്ഷിക്കുഞ്ഞുങ്ങൾ പെറ്റുപെരുകുന്ന കൊമ്പാണെങ്കിൽ, തള്ളപ്പക്ഷി മുട്ടയിട്ട കൊമ്പാണെങ്കിൽ അത് മുറിക്കരുത്. ഒരു മരം മുറിച്ചാൽ അതിൻ്റെ അതേ വെറൈറ്റി മറ്റൊന്ന് നട്ടിരിക്കണം. അപ്പം വൃക്ഷങ്ങളെ നോക്കണം. ഇന്ന് ലോകത്തിൽ സ്വാഭാവിക നന്മകൾ മരിക്കുകയും തിന്മകൾ വളരുകയും ചെയ്യുന്ന കാലമാണ്. തുമ്പി, ശലഭം, പൂക്കൾ, പുഴകൾ, തോടുകൾ എല്ലാം വറ്റി ഇല്ലാതാവും. സ്വാഭാവിക നന്മയില്ല. അതേസമയത്ത് മൂട്ട, പാറ്റ, വണ്ട്, ഞണ്ട്, എലി ഇത് പെരുകും. തിന്മ പെരുകുകയും നന്മ ചുരുങ്ങുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിൽ നന്മയെ സ്നേഹിക്കണം. ചെടികൾ നട്ടുവളർത്തണം, പൂക്കളെ നമ്മൾ ഓമനിക്കണം, സ്ഥലമുള്ളവർ മരങ്ങളെ വളർത്തിയെടുക്കണം. അങ്ങനെ പ്രപഞ്ചത്തിലേക്ക് നോക്കി ദൈവത്തിലേക്ക് വളരണം. വൃക്ഷലതാദികളിലൂടെ ദൈവത്തിലേക്ക് ഉള്ള ചിന്ത മനുഷ്യനിൽ ഉയരുമ്പോൾ അവൻ സമാധാനം അനുഭവിക്കും. അതുകൊണ്ടാണ് ഭാരതീയ മുനിമാർ വൃക്ഷത്തണലുകളിൽ തപസ് ചെയ്തവർ, ഗുഹയ്ക്കുള്ളിൽ പാപസ്വഭാവം അനുഷ്ഠിച്ചവർ. അവർക്കുണ്ടായ ഒരാന്തരിക സമാധാനമുണ്ട്. ആ സമാധാനം പ്രപഞ്ചത്തോട്, വൃക്ഷലതാദികളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമാധാനമാണ്. രണ്ടാമത് നമുക്ക് കാണാം ജീവജാലങ്ങൾ. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ ജീവജാലങ്ങളെ സ്നേഹിക്കും. എല്ലാ പക്ഷികളെയും, പറവകളെയും, പ്രാവിനെയും, കാക്കയും, സകലതയെയും മനുഷ്യൻ സ്നേഹിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ പ്രബോധനങ്ങളിൽ പറയുന്നു, കാക്കകളെ നോക്കുവിൻ, ആകാശ പക്ഷികളെ നോക്കുവിൻ, വയലിലെ ചെടികളെ നോക്കുവിൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണിത് പ്രത്യേകത?
ആകാശപക്ഷി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. വയലിലെ പുല്ല് എന്ന് പറഞ്ഞാൽ അത് പരിപാലന. നമ്മൾ നട്ടുകിളിപ്പിക്കുന്നതല്ല, മഴ പെയ്യുമ്പം പുല്ല് തന്നെ കിളുത്ത് വരുന്നു, അത് ദൈവത്തിൻ്റെ പരിപാലനയാണ്. ആകാശപക്ഷി ചിറകുപിടിച്ച് പറക്കുന്നു, അതതിൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പം ഈ സ്വാതന്ത്ര്യം, പരിപാലന, ഇതൊക്കെ നോക്കി നമ്മൾ ജീവിക്കണം. ജീവജാലങ്ങളുടെ സ്നേഹം നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാൻ ജീവജാലങ്ങൾ ധാരാളം മതി. ഓരോന്നും എന്തെല്ലാമാ നമ്മോട് സംസാരിക്കുക. എന്നും തീറ്റ കൊടുക്കുന്ന ആളിനെ കാണുമ്പോൾ അണ്ണാൻ ദേഹത്ത് ഓടിക്കളിക്കും. തത്ത, മൈന, മാടത്ത കൊച്ചുപത്താനം പറയാൻ തുടങ്ങും. എന്നും മീൻ കൊണ്ടുവരുന്ന മീൻകാരനെ കാണുമ്പോൾ വീട്ടിലെ പൂച്ചയുടെ വികാരപ്രകടനം. താലിയിട്ട് തടവി, മീശയിട്ട് ഒരുമി, ടയറെ മെനുങ്ങി, കാലെ തിരുമി. എന്തൊരു സ്നേഹമാണ് പൂച്ച മീൻകാരനോട് കാണിക്കുക. എന്നും തീറ്റ കൊടുക്കുന്ന ആൾ ഒരു തൊഴി കൊടുത്താലും പട്ടിക്കൊരു പ്രതിഷേധവുമില്ല. ഒരു ചമ്മിയ ചിരിയുമായി സാഷ്ടാപ്രണാമം ചെയ്ത് തൊഴിച്ചവൻ്റെ പാദത്തെ വീണ്ടും പട്ടി നക്കിക്കൊണ്ടിരിക്കും. ഒരു പട്ടിയുടെ സ്നേഹം. അപ്പം ജീവജാലങ്ങൾ പഠിപ്പിക്കുന്നത് സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ള ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ മുദ്ര, ഒരു വലിയ അനുഭവമാണ് ജീവജാലങ്ങൾ നമുക്ക് തരിക.